നമ്മളെന്താ ചെയ്യുക? സാധാരണക്കാർ നമ്മളെന്താ ചെയ്യുക? ബലമായ തട്ട അത് ശരിയാ തോന്നും. മറ്റൊരു കേട്ടാലോ ബല് തീവ്രവാദിയ, ബല് പുത്തൻവാദിയ, ബല് വഹാബിയ, പ്രേക്ഷത, മിണ്ടാൻ പോലും പാടില്ല, സലാം ചെല്ലാൻ പോലും പാടില്ല എന്നാ പറയാ. എന്താ ഇപ്പൊ നമ്മൾ ചെയ്യാന്ന? എളുപ്പമുള്ള പണി ഞാൻ പറഞ്ഞുതരാം. ഇതിലൊക്കെ കൃത്യമായി തീരുമാനം കിട്ടാൻ 5 മിനിറ്റ് കൊണ്ടെല്ലാം തീരുമാനമാക്കുക. 5 മിനിറ്റ്, ഏറൊന്നും വേണ്ട. 5 മിനിറ്റ് എളുപ്പപ്പണി. ഒരു വെള്ള പേപ്പർ എടുക്കുക. ഒരു വെള്ള പേപ്പർ, നമ്മൾ ദീനായി ചെയ്യുന്ന എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ ആ വെള്ള പേപ്പറിൽ എഴുതുക. കംപ്ലീറ്റ്. രാവിലെ ഉറക്കുന്ന എണീക്കുമ്പോ ആദ്യമായി ചെയ്യുന്ന പ്രാർത്ഥന മുതൽ രാത്രി കിടന്നുറങ്ങുമ്പോ അവസാനം ചൊല്ലുന്ന പ്രാർത്ഥന വരെ ദീനായി എന്തൊക്കെ ചെയ്യുമോ അത് കംപ്ലീറ്റ് ഒരു വെള്ള പേപ്പറിൽ എഴുതുക. അപ്പൊ ഇത് രാവിലെ എണീക്കുമ്പോ അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന് ചൊല്ലിയിട്ടാണല്ലോ നമ്മൾ ദിവസം ആരംഭിക്കുന്നത്. എഴുതി വെക്കാതെ അത് കഴിഞ്ഞ് എണീറ്റ് കണ്ണും തിരുമ്പി പോയി ബ്രഷും പേസ്റ്റ് കൊടുത്ത് ബാത്റൂമിൽ കണ്ട് കയറുമ്പോ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എഴുതി വെക്കുക. അങ്ങനെ ഓരോന്നും വുളൂ ചെയ്യുന്നു. ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ചെല്ലുന്ന പ്രാർത്ഥനകള്, പുറത്തേക്ക് വരുമ്പോൾ പ്രാർത്ഥനകള്, അതേപോലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ പ്രാർത്ഥന, വാഹനത്തിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന, അങ്ങനെ പള്ളി ചെല്ലുമ്പോഴുള്ള പ്രാർത്ഥന, പള്ളി ചെന്നാൽ ചെയ്യുന്ന ചെയ്തികള് കംപ്ലീറ്റ് ആണ് എഴുതാം. എല്ലാം എന്തെല്ലാം നമ്മൾ ദീനായി ചെയ്യുന്നുവോ അത് മുഴുവനുമാണ് എഴുതുക. അപ്പൊ സുബഹിസ്കാരം, ദുഹ്റുസ്കാരം, അസ്ർ, മഗ്രിബ്, ഇശാ ഒക്കെ വരും, സുന്നത്തുകൾ വരും. അതേപോലെ ഇടയ്ക്ക് നമ്മൾ ചെയ്യുന്ന പലതും വരും. അപ്പൊ ഇശാമി ഹദ്ദാദ് ഉണ്ട്, അത് എഴുതി വെക്കുക. കുത്തുബിയത്ത് ഉണ്ട്, അത് എഴുതി വെക്കുക. റാത്തീബ് ഉണ്ട്, അത് എഴുതി വെക്കുക. അതേപോലെ ബുർദബൈത്ത് ഉണ്ട്, അത് എഴുതി വെക്കുക. ഇങ്ങനെ എന്തെല്ലാം ദീനായി ചെയ്യുമോ അത് കംപ്ലീറ്റ് ഒരു പേപ്പറിൽ എഴുതുക. ഇന്നലെ ഉസ്താദെ ഞാൻ ഇസ്ലാമിന്റെ ഭാഗമായി ചെയ്യണ കാര്യം ഇതൊക്കെ. ഈ കാര്യങ്ങളുടെ പഴക്കം എത്രയാണ് നിങ്ങളൊന്ന് എഴുതി തരുന്നറിയാം. ഈ എഴുതിയ സംഗതികളുടെ ഓരോന്നിന്റെയും പഴക്കം എത്ര എന്ന് നിങ്ങൾ എഴുതിത്തരണം. ഇതൊക്കെ ദീനാണെങ്കിൽ ഉസ്താദിന് ഒരു 1/2 മിനിറ്റ് മതി ഉത്തരം എഴുതാൻ. 1/2 മിനിറ്റ്. ആ പേപ്പറിന്റെ വാങ്ങ, ഒറ്റ എഴുത്ത് 1400. പിന്നെ ബേജാറാണ്ട, ഒക്കെ ശരിയാണ്. ഉസ്താദ് ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോഴാ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വാ, ഞാനൊക്കെ നോക്കി എഴുതിയേക്കാന്ന്. അപ്പൊ മനസ്സിലാക്കുക എന്തോ സംതിങ് ഉണ്ട്, എന്തോന്നുണ്ട്. എന്നൊരു ഉസ്താദ് എഴുതി തന്ന നമ്മളിങ്ങനെ വായിച്ചു നോക്കുക. അപ്പൊ കാണാ നമ്മള് ഫസ്റ്റ് എഴുതിയ എന്താ? അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അതിന് നേരെ ഉസ്താദ് എഴുതിയേക്കും 1400. എന്താ അർത്ഥം? 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നബിതങ്ങൾ പഠിപ്പിച്ചതാണ്. ശരി, ടിക്കിട്ടു, ദീനാണ്, സംശയമൊന്നുമില്ല. ബാത്റൂമിൽ കയറുമ്പോ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. ഉസ്താദ് എഴുതും 1400. കറക്റ്റാണ്, ചൊല്ലിക്കോ, ബേജാറില്ല. സുബഹി നിസ്കാരം ഞാൻ ഉസ്താദെ 2 റക്അത്ത് നിസ്കരിക്കുക എഴുതിയിട്ടുണ്ടാവും. ശരി, 1400 പഴക്കണ്ട്. സുബഹിക്ക് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാറുണ്ട്. അവിടെ ഉസ്താദ് എഴുതും 1400. അങ്ങനെ 1400 എഴുതിയൊക്കെ എടുക്കുക. അതിങ്ങനെ എഴുതി ഇങ്ങനെ കീഴ്പ്പെട്ട് പോരുമ്പോ അവിടെ കാണാ കുത്തുബിയ്യത്ത്. അവിടെ ഉസ്താദ് എഴുതും 300. സത്യം പറഞ്ഞ ഉസ്താദാണെങ്കിൽ ഉസ്താദ് എഴുതും കുത്തുബിയ്യത്തിന് നേരെ 300. എന്താ ഉസ്താദത്തിന് 300? അതാ 300 കൊല്ലം മുമ്പ് തമിഴ്നാട്ടിലെ കായൽ പട്ടണത്ത് കീഴക്കരയിലെ സദഖത്തുല്ലാഹിൽ കാഹിരി എന്നൊരു ഉസ്താദ് ഉണ്ടാക്കിയ കുത്തുബിയ്യത്ത്. അത് വിട്ട ഉസ്താദ് വേണ്ട, അത് വേണ്ട. 1400 കൊല്ലം പഴക്കല് മദീൻ അല്ലാത്ത വേണ്ട. അപ്പൊ കുത്തുബിയ്യത്ത് 400 കൊല്ലം, 300 കൊല്ലം. മുഹീദ്ദീൻ മാല 400 കൊല്ലം. അതേപോലെ ഹദ്ദാദ് 600 കൊല്ലം. നാരിയാ സ്വലാത്ത് 600 കൊല്ലം. ബുർദബൈത്ത് 700 കൊല്ലം. അതൊക്കെ ഉസ്താദ് എഴുതും. അപ്പൊ അവിടെ ഇങ്ങനെ വിട്ടത് വേണ്ട 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 വേണ്ട. അപ്പൊ ഉസ്താദ് ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊരു സുന്നി മുജാഹിദും വിഷയമൊന്നല്ല, ഞാൻ തീരുമാനിച്ചത്
1400 കൊല്ലം പഴക്കമുള്ളതൊക്കെ എടുക്കുക, അതിന് ശേഷമുള്ളതൊക്കെ ഒഴിവാക്കുക തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തന്ന ലിസ്റ്റ് പ്രകാരം കുത്തുബേത്ത് ഞാൻ ഒഴിവാക്കി, അത് 300 കൊല്ലേ ഉള്ളൂ. മുഹിദ്ദീന്മാരെ ഒഴിവാക്കി, അത് 400 കൊല്ലേ ആയിട്ടുള്ളൂ. ബുർദബേത്ത് ഒഴിവാക്കി, അത് 700 ആയിട്ടുള്ളൂ. ഹദ്ദാദ് ഒഴിവാക്കി, അത് 600 ആയിട്ടുള്ളൂ. അതേപോലെ ഞാനിയാസ്രത്ത് ഒഴിവാക്കി, അതും 600 ആയിട്ടുള്ളൂ. നബിദിനാഘോഷം ഒഴിവാക്കി, അത് 800 കൊല്ലമേ ആയിട്ടുള്ളൂ. ബാക്കി നിങ്ങൾ എഴുതിയത് 1400 കൊല്ലം ഏതിനൊക്കെ എഴുതിക്കണോ അതൊക്കെ ഞാൻ എടുക്കുകയാണ്. ഉസ്താദ് എന്താണ് വഹാബി ആയോ എന്ന് ചോദിക്കും. അപ്പൊ മനസ്സിലാക്കുക, അതാണ് വഹാബി. വേറെ ഒന്നുമില്ല, ഇതിനപ്പുറം വേറെ ഒന്നുമില്ല. ഇതാണ് വഹാബി എന്ന് പറഞ്ഞത്. ഇത് മനുഷ്യന്മാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത് മനസ്സിലാകുന്നത് പേടിച്ചിട്ടാണ്. വഹാബി പുത്തമ്പാദിയാണ്, പിഴച്ചോനാണ്, മിണ്ടാൻ പാടില്ല, സലാം ചൊല്ലാൻ പാടില്ല, നാട്ടിന് ഫിത്തനയാണ്, അവസാനപ്പോ തീവ്രവാദിയാണ്. നഞ്ഞ മനുഷ്യന്മാരുടെ അടുക്കൂതല്ലോ എന്നാ ഉസ്താദുമാരുടെ വിചാരം. വേണമെങ്കിൽ മനസ്സിലാക്കിക്കോളൂ. ഇതിനപ്പുറത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന് വേറൊന്നും പറയാനില്ല.